ആരോപണം എന്നത് വലിയ പാപമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉൾക്കൊള്ളുന്ന ആശയത്തിന് എതിരുള്ള, തങ്ങൾ പ്രചരിപ്പിക്കുന്ന വിശ്വാസ ആദർശങ്ങൾക്കെതിരുള്ള എല്ലാവരെയും കുഫർ ആരോപിക്കുക എന്നതല്ലേ സലഫികളുടെ ശൈലി? ഇതാരുടെ ശൈലിയാണ്? ഖവാരിജിന്റെ സ്വഭാവമാണ്. അപ്പോ തങ്ങൾക്കെതിരെയുള്ള ആളുകൾക്ക് കുഫർ ആരോപിക്കുക എന്നുള്ളത് ഖവാരിജിന്റെ ശൈലിയാണ്. അത് ശരിയാണ്, ഖവാരിജിന്റെ ശൈലിയാണ്, യാതൊരു തർക്കമില്ല. എന്നാൽ ഇവിടെ ആരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കുഫർ? സലഫികളെ സംബന്ധിച്ചോത്ത് ഇന്ന് നമ്മൾ തുറന്നു പറയുന്നു, ഷിർക്കും കുഫറും ഇന്നതാണ് പറഞ്ഞു കൊടുക്കും. നിങ്ങൾ ഷിർക്കുണ്ട്, കുഫറുണ്ട്, പക്ഷെ നിങ്ങൾ കാഫറാണ്, നിങ്ങൾ മുശ്രിക്കാൻ നിങ്ങളെ സലഫികൾ പറയാറില്ല. അത് അഹ്ലുസുന്നയുടെ മദ്ഹബാണ്. പക്ഷെ ഇവിടെ ആരാ കാഫറാക്കിയത്? കേട്ടോളി, അവര് പറഞ്ഞതാ. ഞാന് അവിടെ എപ്പോഴും പോണ ആളൊന്നുമല്ല. ഈ ഔലിയാക്കന്മാരെ പിന്നാലെ പോയതിനെ പണിയൊന്നും ഇരിക്കില്ല. വളരെ ബുദ്ധിമുട്ടായ ചിലപ്പോ അങ്ങനെ ഒരാളുണ്ടെന്ന് കേട്ടാൽ ഞാൻ ഒന്നും പോകില്ല. ഒരിക്കലും ഈ മടവൂരിനെ കാണാൻ വേണ്ടി ഞാൻ പോയി. എന്തിന്? ഈ കുഴപ്പം വന്നതിന് ശേഷം നമ്മുടെ ഇടയിൽ ഒരു ഭിന്നിപ്പ് വന്നപ്പോ ഈ മൂപ്പരോട് എന്നെ പോയിട്ട് പറയാം. അപ്പോഴാണ് എന്നെ പിടിപ്പിച്ച് വാത് തുറന്നെത്തിയെന്ന് ഒരാളോടും ഉണ്ടാത്തക്കാരാ. സലാം ചൊല്ലി സലാം വിളിക്കും. സലാം വിളിക്കതിന് ശേഷം ഞാൻ വന്ന സംഗതി പറഞ്ഞു. ഇപ്പോഴെല്ലാം ഭിന്നിപ്പും കായും ഒക്കെ ആയിപ്പോയില്ലേ, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾ ഹക്കിന്റെ മേൽ അടി ഉറച്ചു നോക്കണം. അപ്പറം നമ്മൾ ഉസ്താദല്ലേ, ഇക്ക് ഉസ്താദല്ലേ, ഞാൻ എന്ത് ചെയ്യണം? അന്താരൽ ഹക്ക്, നീ ഹക്കിന്റെ മേൽ അടി ഉറച്ചു നോക്കണം. വീണ്ടും ഞാൻ പറഞ്ഞപ്പോൾ കഫറ, മടവൂര് കഫറ എന്ന് പറഞ്ഞതാ, ഞാൻ പറഞ്ഞതല്ല. കഫറക്ക് പല അർത്ഥമുണ്ട്, അതെനിക്കും അറിയാം. അതുകൊണ്ട് അതങ്ങട്ട് പരത്തിയിട്ട് ഉള്ളാളത്തെ ഞാൻ ഒഴുകിപ്പോന്ന് വിചാരിച്ചെല്ലാരും. അപ്പൊ ഇവിടെ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരെ സംബന്ധിച്ച് കഫറ എന്ന് പറഞ്ഞു, മുജാഹിദീങ്ങളല്ല. ഇനി മാത്രമല്ല, ഖുർആൻ പരിഭാഷ എഴുതി ഉണ്ടാക്കിയ വകയിൽ കൂറ്റനാട് മുസ്ലിയാര് മുർത്തദ്ദും കാഫറുമായിട്ടുണ്ടെന്ന് അന്ന് സമസ്ത സെക്രട്ടറി ഫത്വ പഠിപ്പിച്ചു. മുജാഹിദീങ്ങളല്ല കാഫറാക്കിയത്, ഒരു വ്യക്തിയെ തഅയീൻ ചെയ്ത്. ഇയാളെന്താ പറഞ്ഞത്? ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ കഫറ. മുജാഹിദീങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ കഫറാന്ന് മുജാഹിദീങ്ങൾ പറഞ്ഞിട്ടില്ല. സമസ്തക്കാര് കാഫറാന്ന് മുജാഹിദീങ്ങൾ പറഞ്ഞിട്ടില്ല. ഒരു വ്യക്തിയെ വിളിച്ചിട്ട്, അത് അഹ്ലുസുന്ന രീതിയല്ല, അത് ഖവാരിജിന്റെ, നേരത്തെ മുസ്ലിയാർ പറഞ്ഞ ഖവാരിജിന്റെ രീതിയാണ്. രണ്ടാമത്തെ ഉദാഹരണം കേട്ടോ, ആരാ ഖവാരിജ്? സമസ്തന്റെ സെക്രട്ടറി ഖവാരിജായി. കാരണം എന്താ? ഖുർആൻ പരിഭാഷ എഴുതി ഉണ്ടാക്കിയ വകയിൽ കൂറ്റനാട് മുസ്ലിയാർ മുർത്തദ്ദും കാഫറുമായിട്ടുണ്ടെന്ന് സമസ്ത സെക്രട്ടറി ഫത്വ ഉറപ്പിച്ചു എന്ന് പറഞ്ഞു. വയത് പറഞ്ഞു എന്നല്ല, ഫത്വ എന്ന് പറഞ്ഞ ആധികാരിക മതവിധിയാണ് എന്ന് പറഞ്ഞ കൂറ്റനാട് മുർത്തദ്ദാണ്. അപ്പൊ ആരാണ്? ഖവാരിജ്. ഇനി കേട്ടോളി, ഇനി ഇവിടെ പ്രസംഗിച്ച് AP വിഭാഗത്തിന്റെ വലിയ ഹോജരാജാവാണല്ലോ ബറേൽവി, അഹമ്മദ് റസാ ഖാൻ ബറേൽവി. സമസ്തക്കാർ തള്ളോ? അഹമ്മദ് റസാ ഖാൻ ബറേൽവിക്ക് 1 വീതം 3 നേരം എന്ന് പറഞ്ഞ നമ്മള് പാരസിറ്റമോൾ കുടിക്കണ മോഡല ഒരാളെ കാഫറാക്കല്. അയാള് ഏത് കിതാബ്, എന്റെ അടുത്തുണ്ട്, ഉറുദു കിതാബിന്റെ കയ്യിലുണ്ട്, ഏത് കിതാബ് എടുത്തു നോക്കിയാലും കാണാം ഇത് സമസ്തക്കാർ എഴുതിയിട്ടുണ്ട്. സമസ്തയുടെ 85ാം വാർഷിക സൊവനീറിൽ 171ാമത്തെ പേജിൽ കാണാം. ദൈവബന്ദി ആദർശങ്ങളുടെ വിവിധ ഗ്രന്ഥങ്ങളിൽ അവിടെ പരാമർശങ്ങളുടെ അടിസ്ഥാനമാക്കി അഷ്റഫ് അലി താനവി, ഖലീൽ അഹമ്മദ് സഹാറൻപൂരി, മുഹമ്മദ് ഖാസിം നാനൂത്തവി, റഷീദ് അഹമ്മദ് ഗംഗോഹി എന്നീ ദൈവ പണ്ഡിതന്മാർ മതഭ്രഷ്ടരാണെന്ന്, കാഫറാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ആരാ ഖവാരിജ്? നിങ്ങൾ തള്ളോ? അഹമ്മദ് റസാ ഖാൻ ബറേൽവിയെ തള്ളി. എപ്പോ കാണങ്ങൾക്ക്? റസാൻ ഖാൻ ബറേൽവി ആരോ? നിങ്ങൾ അഹമ്മദ് കോയ ഷാലിയാത്തിന്റെ ഉസ്താദാണ്. ആ ഉസ്താദിന്റെ കുഫ്രിയത്വാദാണ് ഷാലിയാത്തിലൂടെ കേരളത്തിലേക്ക് വന്ന് മലിനമാക്കിയത്. ഷാലിയാത്തിയാണ് അവിടെ തുടക്കം കുറിച്ചത് തക്ഫീറിന്. ഇപ്പൊ ഈ 4 പണ്ഡിതന്മാരെ കാഫറാക്കി. ഇനി മാത്രമല്ല, വഹാബികളെ സംബന്ധിച്ചിടത്തോളം എന്താ, മുജാഹിദീങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ നേതാവിന്റെ അഭിപ്രായം എന്താ അറിയോ? ഭൂരിഭാഗം ഫുഖഹാ അഭിപ്രായക്കാരും അവർ ഒന്നടങ്കം കാഫറും മുർത്തദ്ദുമാണ്. ആര്? വഹാബികൾ. നമ്മളൊക്കെ കാഫറും മുർത്തദ്. ആര്? അഹമ്മദ് റസാ ഖാൻ പറഞ്ഞു. ഇത് ഒരു കിതാബെന്നല്ല, അയാളെ PhD എടുക്കാൻ മാത്രമുള്ള തക്ഫീർ അദ്ദേഹത്തിന്റെ കിതാബിലുണ്ട്. 2 സാമ്പിൾ പറഞ്ഞു, ഇനി വായിക്കാണ്ട്. അഥവാ തബ്ലീഗ് ജമാഅത്താരെ പറ്റിയും ദൈവബന്ദികളെ പറ്റിയും സലഫികളെ പറ്റിയും
തക്ഫീറിന്റെ മാലപ്പടക്കം തന്നെ അഹമ്മദ് റസാ ഖാൻ ബറവി നടത്തിയിട്ട്. അപ്പൊ ആരാണ് ഇവിടെ ഖവാരിജിന്റെ വാദം പറഞ്ഞത്? ഞങ്ങളല്ല, അത് ഞങ്ങളുടെ ശൈലിയല്ല.